അപ്പോൾ ഇന്ന് നമ്മളൊരു 42 ഇഞ്ചിൻ്റെ ഒരു ചുരിദാർ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേണൊക്കെ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ എങ്ങനെ വെട്ടേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് പാറ്റേണുകൾ ഇങ്ങനെ ഓരോ സൈസിൻ്റെ കാണിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 ഇഞ്ച് താഴോട്ട്, അതായത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്കിതുപോലെ പാറ്റേൺ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ 42 പാറ്റേൺ ആണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതായത് ഇറക്കം എത്രയാണ് 42 ഇഞ്ച് ഒരു പാറ്റേൺ. അപ്പോൾ നമ്മൾ ഇതുപോലെ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട്. വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യുക, തയ്ച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ മെറ്റീരിയൽ നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും ടൈലറിങ് നിങ്ങൾ പഠിക്കണം കേട്ടോ. പുറത്ത് പോയി പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യുക, നമ്മളിതുപോലെ തയ്ച്ച് ഓരോന്ന് വെട്ടാനും അതുപോലെ തന്നെ തയ്ക്കാനൊക്കെ പഠിച്ച് പോവുക. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷായിട്ട് തന്നെ പഠിച്ചു പോകും. കഴുത്തൊക്കെ അടിക്കൽ ഒക്കെ ചെയ്ത ശേഷം ഫുള്ളായിട്ടൊരു ചുരിദാറൊക്കെ തുന്നാനായിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഞ്ചിൻ്റെ നമ്മൾ ഷോൾഡർ എടുക്കുന്നത്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ എടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ പലർക്കും സൈസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കാണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വണ്ണം കുറച്ച് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാലും അളവിലൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ ഏകദേശമാണ് പറയുന്നത്, നമ്മുടെ സൈസ് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഷോൾഡറൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചുരിദാറിൽ നിന്ന് അളവെടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ താഴെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ അളവെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ നമ്മൾ എടുക്കുന്നത് 7 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ 2.5 നമ്മൾ ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ്. ഇത് ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ 2.5 നമ്മൾ കഴുത്തിൻ്റെ വീതി എടുക്കുന്നത് 2.5 അപ്പോൾ 2.5 ഇഞ്ച് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു തുണീനെ 4 മടക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക, 2.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം എത്രയായി, നമുക്കിവിടെ 7 വരാം. അതാണ് ഇപ്പോൾ ചിലവർ നമ്മളോട് പറയും ഷോൾഡർ 7 എടുക്കാം എന്ന് പറയും. അപ്പോൾ ഇവിടെ മുതൽ ടാപ്പ് ഇടം വരെ പിടിച്ചിട്ട് 7 അടയാളപ്പെടുത്തും. അതിലെന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിട്ടാണ്, കഴുത്തിൻ്റെ അളവ് നമ്മളതിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ ബാക്കിയുള്ളതാണ് ഷോൾഡറിൻ്റെ അളവ്. അല്ലാണ്ട് ഷോൾഡറിൻ്റെ അളവ് ഒരിക്കലും 7 വരില്ല കേട്ടോ. അപ്പോൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഷോൾഡർ 7 വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷോൾഡർ 7 വരുന്നു എന്ന് നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവാണ്. അതിൽ കഴുത്തിൻ്റെ വീതി മാറ്റണം, എന്നാലേ ഷോൾഡറിൻ്റെ അളവ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇവിടം മുതൽ ഇവിടം വരെ ഷോൾഡർ എന്തായാലും 7 പിടിക്കില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മൾ 2.5 ഇഞ്ച് എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ 3.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് 4.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കേട്ടോ. കഴുത്തിൻ്റെ ഇറക്ക് നമ്മൾ എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 5.5 നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്താം. ഇവിടെ നിന്നും 5.5 അടയാളപ്പെടുത്താം. അതിന് ശേഷം ഇത് നേരെ വരയ്ക്കാം. അപ്പോൾ ചുരിദാർ വെട്ടണവർക്ക് ഡൗട്ടാണ് ഡീറ്റെയിലായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ശരിക്കും നിങ്ങളൊരു തുണിയാണെന്ന് വിചാരിച്ചാൽ മതി. അതുപോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് എന്താണെന്ന് വെച്ചാൽ വരച്ച് ചേർക്കുക. അതിന് മുമ്പ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതുപോലെ കഴുത്ത് വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ച് ചേർക്കുക. പിന്നെ നമ്മൾ കൈക്കുഴിയാണ്. കൈക്കുഴി ഇവിടെ നിന്ന് ഒരു 7 എടുക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ 10.5 എടുക്കുന്നത്. കൈക്കുഴി നമ്മൾ 7 എടുത്തിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തോരാണ് ഇങ്ങോട്ടെന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. അത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് 10.5. ഈ 10.5 നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് 10.5 എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ടില്ലേ, അത് നേരെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ടൊരു 9.5, ഹിപ്പിലായിട്ടൊരു 11.5 എന്താ ചെയ്യുക, 11.5. പിന്നെ ഇവിടെയൊക്കെ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. കറക്റ്റ് അളവ് ഈ ഒരു ഷേപ്പാണ് കേട്ടോ. പിന്നെ ഇത് എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുള്ള തയ്യൽ തുമ്പാണ് ഈ വരച്ചിട്ടുള്ളത്.
പിന്നെ ലെങ്ത്ത് നമ്മളിപ്പോൾ 42 എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. കാരണം തയ്യൽ തുമ്പായിട്ട് നമുക്ക് എന്തായാലും ഒരു 2 ഇഞ്ച് വേണ്ടി വരും. അപ്പോൾ നമ്മൾ 42 എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ തയ്യൽ തുമ്പായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചുരിദാർ വെട്ടാനുള്ള കുറച്ച് ടിപ്സ്. നമുക്ക് വെട്ടാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പിന്നെ സ്ലീവ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. ഇപ്പോഴത്തെ പഫോ അതുപോലെ തന്നെ കപ്പ് പോലെ വെക്കുന്ന കുറേ സ്ലീവുകളുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള സ്ലീവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. സ്ലീവ്ലെസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ കൈക്കുഴിയൊക്കെ ഒന്ന് കൂട്ടിയടിക്കുന്ന കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങൾ ഇതിൽ വരുത്താം. അതുപോലെ തന്നെ സ്ലീവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ലെങ്ത്ത് കൂട്ടണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് എടുക്കുന്ന ടോപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് പിടിക്കേണ്ട. ഇപ്പോൾ സ്ലീവൊക്കെ നമുക്ക് ഇപ്പോൾ തുണി നമ്മൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ മേടിക്കുമ്പോൾ തികഞ്ഞില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് കളർ കോമ്പിനേഷൻ ടൈലറിങ് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇതിനെ മാച്ചാവുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സ്ലീവ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ലീവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാ സ്ലീവ് ആക്കരുത്. അപ്പോൾ വല്ല പഫൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനത്തെ 2 മോഡൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു മീറ്റർ തുണി എടുത്തിട്ട് ഒരു ചെറിയൊരു ഫ്രോക്ക്, ചെറിയെന്നല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരാൾക്ക് പറ്റിയ ഒരു ഫ്രോക്ക് നീറ്റ് ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രില്ല് നമ്മൾ കൊടുത്തിട്ടുള്ളതും ഫ്രില്ല് ഇങ്ങനെ ചെറിയ ഫ്രില്ലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 1 മീറ്റർ വെച്ചിട്ട് തുന്നാന്ന് വെച്ചാൽ അത്യാവശ്യം പാടാണ്. കാരണം അത്യാവശ്യം സൈസാണ്, മീഡിയം സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു 20 വയസ്സുള്ള കുട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള ഫ്രോക്ക് നീറ്റിയാണ് കേട്ടോ 1 മീറ്റർ വെച്ചിട്ട് നമ്മൾ തുന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് സ്ലീവൊക്കെ നമ്മൾ വേറൊരു സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നല്ല അടിപൊളിയായിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ ഫ്രില്ല് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പീസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുന്നിയിട്ടുള്ളത്. മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞു പോയതാണ്. നമ്മൾ വേറെ ഒരു എന്തെങ്കിലും തയ്ക്കണമെന്ന് വിചാരിച്ച് എടുത്തതാണ്. ചെറിയ ടോപ്പോ അങ്ങനത്തെ ടൈപ്പ് ടോപ്പ്, ഷോർട്ട് ടോപ്പ് അങ്ങനത്തെ മോഡൽ തയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ വിചാരിച്ച് ഫ്രോക്ക് നീറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ടൈലറിങ് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുണി വെച്ച് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നമുക്ക് തന്നെ തുന്നിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, പാവാടയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ പലാസോക്കെ ഇടാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ മേടിച്ചിട്ട് തയ്ച്ചെടുക്കാം. പല മോഡൽ ഇപ്പോൾ ഫ്രണ്ടിലൊരു ആലിയ കട്ടൊക്കെ വരുന്ന ടൈപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ക്രോപ്പ് ടോപ്പ് മോഡൽ, അതൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മേടിച്ച് തയ്ക്കാം. പുറത്ത് പോയി റെഡിമെയ്ഡൊക്കെ മേടിക്കുന്ന പൈസ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ജോഡി ഡ്രസ്സെങ്കിലും നമുക്ക് തന്നെ സ്വന്തമായിട്ട്. അപ്പോൾ മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യൽ എന്തായാലും പഠിക്കാം കേട്ടോ. കുറേശ്ശെ ആയാലും പഠിച്ചെടുക്കാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചാൽ മതി.